കൂടാരം ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകനിലൂടെ തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ വേദനകളിൽ, നിൻ്റെ നൊമ്പരങ്ങളിൽ, നിൻ്റെ കഷ്ടപ്പാടുകളിൽ, നിൻ്റെ തകർച്ചകളിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്ക് തമ്പുരാൻ്റെ വചനം കേൾക്കാം. വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക. തമ്പുരാൻ നിങ്ങളോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി നോക്കിക്കേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. തമ്പുരാനോടൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Divine, divine, divine blessing. Divine, divine, divine. ഞാൻ ഈ ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഒരിക്കലും ഒരു സ്ത്രീയെ ഭർത്താവുമായി പിണങ്ങി 2 വർഷം ഇവിടെ വന്ന് നിന്നു. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ വികാരിയച്ഛൻ ഈ ഭർത്താവിനെ ഉപദേശിച്ച് ഒരു ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി ധ്യാനം കൂട്ടിച്ചു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കുടി നിർത്തി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുത്തെ വികാരിയച്ഛൻ ഇദ്ദേഹത്തെ വേറൊരു ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി ധ്യാനം കൂട്ടിച്ചു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെ എല്ലാ ദിവസവും പള്ളി വരാൻ തുടങ്ങി. പള്ളിയിലെ 10 കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇയാൾക്കൊരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം അച്ഛൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടും. എന്നിട്ട് ഞാൻ തരുന്ന ഈ ലെറ്റർ അവിടുത്തെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇവിടെ വന്ന് ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ കൊടുത്ത ലെറ്റർ കൊണ്ടുവന്ന് എൻ്റെ തന്നു. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അച്ഛൻ എഴുതിയിരിക്കുകയാണ്, ഇയാളുടെ ഭാര്യ നിങ്ങളുടെ ധ്യാന മന്ദിരത്തിലുണ്ട്, അതുകൊണ്ട് 2 കൂട്ടരോടും ഒന്ന് സംസാരിച്ച് ഇവരുടെ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇയാളെയും കൂട്ടിക്കൊണ്ടേരെ മുറിയിലേക്ക് പോയി. ഇയാളുടെ ഭാര്യ ഇവിടെ ഉണ്ട്, ഉടനെ അവളെ വരുത്തിച്ചു. അതിനുശേഷം ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു, നിനക്കെന്താ പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല അച്ഛാ എന്ന് പറഞ്ഞു.
തുടർന്ന് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിനക്കെന്താണ് പറയാനുള്ളത്? അവൾ നോക്കിയപ്പോൾ ഇതുപോലൊരു സൗകര്യം ഇനി ജീവിതത്തിൽ കിട്ടാനില്ല. അതുകൊണ്ട് അവൾ കല്യാണം കഴിച്ച നാട് മുതലുള്ള കാര്യങ്ങൾ മുഴുവനും എണ്ണി പെറുക്കി അങ്ങ് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരി, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? പന്തി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഉടനെ അവൾ പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാച്ചാ, കല്യാണം കഴിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടായിയുടെ കൂടത്തിൽ പോവുകയെന്ന് പറഞ്ഞു. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഇവിടെ ബോംബെയിലുള്ള ധ്യാന മന്ദിരത്തിൽ പോയി 3 ദിവസത്തെ മലയാളം ധ്യാനവും 3 ദിവസത്തെ ഇംഗ്ലീഷ് ധ്യാനവും, താബോർ ധ്യാന കേന്ദ്രം. അവിടെ ഗേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു ഗേറ്റ് കീപ്പർ പറഞ്ഞു, അച്ഛാ, ഞാൻ 1 കൊല്ലം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു ശുശ്രൂഷകനായിട്ട്. അന്ന് പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു, 1,00,000 പേരെ മാഡ് ഡോഗ് കടിച്ചു. പേപ്പട്ടിയാണെന്ന് വിചാരിച്ചിട്ട് 10-15 കുത്തിവെക്കപ്പ് മിക്കവാറും കിട്ടിക്കാണും. ഈ വാർത്ത വന്നപ്പോൾ ഇവിടെയുള്ള 150 പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ ഈ വചനം ചൊല്ലിക്കൊടുത്തു. ഏത് വചനമാ? അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം 3 പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു. ഈ ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ മാഡ് ഡോഗ്, പേപ്പട്ടി കടി, പിശാച് തന്നെയാണ്, തനി പിശാചായിരുന്നത്, ബന്ധിക്കപ്പെടട്ടെ, നിർവീര്യമാക്കപ്പെടട്ടെ, എന്നേക്കുമായി ആട്ടിപ്പുറത്താക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലി കേരളത്തിൽ ഉടനീളമുള്ള ആ മാഡ് ഡോഗിൻ്റെ കടി അവസാനിച്ചു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ കേട്ടു മാഡ് ഡോഗ് ആരെ കടിച്ചത്. വചനം ഏറ്റുപറയുമ്പോൾ പൈശാചിക ശക്തികൾ നിർവീര്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ജാൻസി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞങ്ങൾ കുറേ കാലമായി ഒരു ധ്യാനത്തിന് വരണമെന്ന് കരുതിയിരുന്നതാണ്. ഇവിടെ വളരെ നല്ല അനുഭവമാണ് നമുക്ക് ധ്യാനത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഒരുപാട് രോഗങ്ങൾ കൊണ്ടും ഒത്തിരി ദുഃഖങ്ങൾ കൊണ്ടുമാണ് ഞാനിവിടെ വന്നത്. ആ ദുഃഖഭാരം മാറിപ്പോയി, രോഗങ്ങൾ എനിക്ക് സൗഖ്യമായി. എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഒന്ന് എൻ്റെ സഹോദരിയുടെ മകളും ഒന്ന് സഹോദരൻ്റെ മകളുമാണ്. ഈ കുട്ടികളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം, ഈ ലോകത്ത് ഈ കുട്ടികൾ ജീവിച്ചു പോകുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട് ഇവിടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി വചനം സ്ഥിരീകരിച്ച് കാണുന്നത് കുട്ടികൾക്ക് എപ്പോഴും അത് മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. കുട്ടികൾക്ക് നല്ല അനുഭവമായിരുന്നു. അപ്പോൾ ആര് യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരുന്നു, യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ആ നാമത്തിൻ്റെ ശക്തി ശരീരത്തിൽ സൗഖ്യമായി, മനസ്സിൻ്റെ ഭാരങ്ങളിൽ നിന്ന് വിടുതലായി, പലവിധത്തിലുള്ള തകർച്ചകളിൽ നഷ്ടങ്ങളിൽ നിന്നെല്ലാം മോചനമായി, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ ദൈവാനുഭവമാക്കി മാറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് യേശുവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? അതാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അവിടെ എത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസ്, അപ്പോൾ അവൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അവൻ്റെ അപ്പൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ബൈബിളിലെ ഓരോ വചനവരികൾക്കിടയിലും ഞാനുണ്ടോ എങ്കിൽ ആരാണ് തിമേയുസ്? പ്രൈസ് ലോർഡ്. ആരോടാണ് പറയുന്നത്? എന്നോട്. പേരിൽ വ്യത്യാസമുണ്ട്, കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായില്ല.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കുരിശിൽ മരിച്ചവരേ, കുരിശാലെ വിജയം വരിച്ചവരേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാവിൻ ശിഷ്യരായി തീരുവാൻ ആശിപ്പോരെന്നുമെന്നും. വീണ്ടും നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോകാം. 12-ാം അധ്യായം 11-ാമത്തെ വചനം ഒന്നുകൂടെ വായിക്കാം. 12:11. വെളിപാട് പുസ്തകം. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും. രണ്ട് കാര്യങ്ങൾ: കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിശാചിനെ എങ്ങനെയാ വലിച്ചെറിയപ്പെട്ടത്? ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. രണ്ട്, വചനം കൊണ്ടും. വായിച്ചേ വചനമുള്ളവര്. 12:11. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാചിനോടുള്ള, സാത്താനോടുള്ള നമ്മുടെ ഈ യുദ്ധത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. ഒന്ന് ഏതാണ്? കുഞ്ഞാടിന്റെ രക്തം. രണ്ട്, വചനം. വചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മൾ ധ്യാനിക്കും വചനത്തെക്കുറിച്ച്. അതിൽ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈ സമയം നമ്മൾ ധ്യാനിക്കുന്നത്. ഈ കുഞ്ഞാടിന്റെ രക്തം, എങ്ങനെയാണ് അവൻ്റെ മേൽ കുഞ്ഞാടിന്റെ രക്തം വിജയം നേടിയത് എന്നാണ് നമ്മൾ കണ്ടത്. വചനം കൊണ്ടു എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:1. ഈ വചനം ആരാണ് എന്ന് പറയുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ഡാർസി. ഞാൻ പ്രേക്ഷിതാര സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. ഉത്തരാഖണ്ഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ധ്യാനം നല്ല അഭിഷേകമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നല്ല അഭിഷേകവും കൃപയൊക്കെ ലഭിച്ചു. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മേനെ കുറിച്ചുള്ള ടോക്കുകളിൽ വളരെ നന്നായിട്ട് തോന്നി. അത് പുതിയ അറിവുകളൊക്കെ അതിലൂടെ ലഭിച്ചു. പരിശുദ്ധ അമ്മയെ ഈശോ എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളും നമ്മളോട് പുറത്ത് പോകുമ്പോൾ ഒക്കെ ചോദിക്കും. ഞങ്ങൾ മിഷണറീസാണ് 3 പേരും. അപ്പോൾ ഞങ്ങളോട് പുറത്ത് പോകുമ്പോൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഒന്ന് ക്ലാരിറ്റി കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായി. അത് വചനം വെച്ച് തന്നെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ധ്യാനം നല്ല അനുഭവമായിരുന്നു. ഞങ്ങൾ മിഷൻ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ചെയ്യാൻ ഈ ധ്യാനം ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരമായിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി. കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണോ നിന്റെ അമ്മ, പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. കുരിശിൽ നിന്നൊന്നു ഞാൻ ഈ സ്വരം കേട്ടു, ഇതാണ് നിന്റെ അമ്മ, പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം വാക്യം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഒട്ടുമിക്ക മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപകട മേഖലയാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും വിഷമിക്കുകയും ഉണ്ടായ കുറവുകളും ബലഹീനതകളെയും എടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ അപകടം വരുത്തി വയ്ക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലെ ഒരു ഭാര്യ വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞതാണ്. തൻ്റെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഭർത്താവ് കോളേജിൽ പഠിച്ച അവസരത്തിലുണ്ടായ ഒരു സ്നേഹബന്ധം, അതിനെ തുടർന്നുണ്ടായ ആ ബന്ധത്തിലുള്ള ചില ഫോട്ടോകൾ ഈ ഭാര്യ കാണുവാനിടയായി.
അത് കണ്ട ശേഷം ആ ഭാര്യയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയും വേദനിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ഭർത്താവിനോട് ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുകയും അത് വേറൊരു തലത്തിലേക്ക് വളർന്നു വരികയും ചെയ്തു. ഭർത്താവിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ ഈ ഒരു തെറ്റായ ബന്ധത്തിൻ്റെ പേരിൽ സംഭവിച്ചു കഴിഞ്ഞ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ക്ഷമിക്കാനോ പൊറുക്കാനോ ഭാര്യ കൂട്ടാക്കുന്നില്ല. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ വാക്പോരുകൾ ഒരു കുടുംബം മക്കളുണ്ടെന്ന് ഓർത്തോണം. ആ 2 മക്കളുടെ ജീവിതത്തിലേക്കും അത് വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. കഴിഞ്ഞ കാര്യങ്ങളോട് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇന്ന് ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. ഇന്ന് ദൈവം തരുന്ന രക്ഷ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു. ദൈവം തരുന്നത് എന്താ? ഈശോ തരുന്നത് എന്താ? ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. പണം കൊടുത്തുള്ള ഒരു അനുഗ്രഹമല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങുന്ന ഒരു പുതുക്കിപ്പണിതലല്ല ഇത്. ഈ ആലയത്തിൻ്റെയും പ്രത്യേകത അതുതന്നെയാണ്. പണം കൊടുത്ത് മേടിക്കുന്ന ഒരു അനുഗ്രഹമല്ല ഇവിടെ ഉള്ളത്, ഒരു പുതുക്കിപ്പണിയിലല്ല ഇവിടെ ഉള്ളത്. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ചോദിക്കുന്നത് ലഭിക്കുന്ന ഒരാലയമാണ് നമ്മുടേത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജാൻസി പോൾസനാണ്, പാവട്ടിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ ധ്യാനം നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. ഒരുപാട് സൗഖ്യങ്ങളും മനസ്സിന് നല്ല സന്തോഷമൊക്കെ തന്നു. ഒരുപാട് പേര് ഇവിടെ വന്ന് ധ്യാനം കൂടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാതെ പോയിരുന്ന് ചിന്തിച്ച് അവസാനം നമ്മൾ തന്നെ ഒരു മാനസിക രോഗി പോലെ ആയിത്തീരുകയാണ്. പ്രഭാഷകൻ 37 16 വാക്യം ഇങ്ങനെയാ പറയുന്നത്. പ്രഭാഷകൻ 37 വാക്യം 16 എന്താ പറഞ്ഞിരിക്കുന്നത്? ചിന്തയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും ആരംഭം. എൻ്റെ പേര് ബാബു തോമസ്, തലശ്ശേരി, കണ്ണൂർ ജില്ല. ഞാനിവിടെ ധ്യാനം കൂടാൻ വരാറുണ്ട്. പക്ഷേ ധ്യാനം നല്ല ധ്യാനമാണ്. നമുക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന ധ്യാനമാണ്. ഒരുപാട് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ചൊരിയാണ് ദൈവം. എനിക്ക് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും വീണ്ടും ഞാൻ ഇവിടെ ധ്യാനത്തിന് വീണ്ടും വരും. കുരിശിൽ കടന്നുകൊണ്ടുള്ള യേശുവിൻ്റെ നിലവിളി നമുക്കറിയാം. എലേയ് എലേയ് ലാമ സബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കരയുന്നുണ്ട്. പിതാവേ, എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള യേശുവിൻ്റെ നിലവിളിയുടെ അർത്ഥം എന്നെയും നിങ്ങളെയും ദൈവമക്കളായി വീണ്ടെടുക്കാൻ വേണ്ടി പിതാവായ ദൈവം യേശുവിൻ്റെ കണ്ണുനീർ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ പേര് ഷീജ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഡിവൈനിൽ ധ്യാനം കൂടാൻ വന്നത്. ഇവിടെ വന്നതിൽ പിന്നെ നല്ലൊരു ദൈവാനുഭവം ഉണ്ടായി. ഒരുപാട് വചനങ്ങൾ പഠിക്കാൻ പറ്റി. ബൈബിളിൽ ഒരുപാട് സംശയങ്ങൾ തീർന്നു. പിന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് കഴുത്തിന് വേദനയും ടെന്നീസ് എൽബോ എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ വേദനയ്ക്ക് ഇപ്പം നല്ല കുറവുണ്ട്. പന്നികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ മധ്യേ ഒരു സുബോധം ഉണ്ടായി. എന്താ സുബോധം ഉണ്ടായത്? അവനൊരു തീരുമാനമെടുത്തു മനസ്സിൽ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. എപ്പോഴാണ് തീരുമാനം വന്നത്? അപ്പൻ്റെ മുമ്പിൽ നിന്ന് വീട് വിട്ടിറങ്ങിപ്പോയി ദൂരദേശത്ത് പോയി കിട്ടിയതെല്ലാം ദൂർത്തടിച്ച് പാപത്തിൽ ജീവിച്ച് അവസാനം ഒരു സഹന ജീവിതം, പന്നികളുടെ ഇടയിൽ തവിട് പോലും തിന്നാൻ കിട്ടാത്ത അവസ്ഥ. അപ്പോൾ സുബോധം ഉണ്ടായി. അപ്പോഴാണ് സുബോധം ഉണ്ടായത്. അപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു, ഇവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. എൻ്റെ പേര് കെ യു തോമസ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യ എലിസബത്ത് തോമസ്. ഞങ്ങൾ നാഗ്പൂരിൽ നിന്നും ഈ ധ്യാനത്തിൽ കൂടുന്നതിനായി ഇവിടെ വന്നു. അത് ഞങ്ങൾക്ക് ഒരു നല്ല അനുഭവമായിരുന്നു ഇപ്രാവശ്യത്തെ ധ്യാനം. എല്ലാവരുടെയും, എല്ലാ അച്ഛന്മാരും അതുപോലെ മറ്റുള്ള ആൾക്കാരുടെയും അവരുടെ വചനപ്രഘോഷണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വളരെയധികം ഉൾക്കൊള്ളാൻ സാധിച്ചു. അത് വചനം മനസ്സിലാവാനും സാധിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് കിട്ടി. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറഞ്ഞു. ആരാധനയുടെ സമയമേതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു, തിരുവോസ്തിരൂപനായി യേശുനാഥൻ മഹിമപ്രദാതന എഴുന്നള്ളുന്നു. ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു പോരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകളെ ഞാൻ നിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയാണ്. എൻ്റെ ചിന്തകളിൽ, എൻ്റെ നോട്ടങ്ങളിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ കേൾവിയിലൊക്കെ എന്നിൽ പാപമുണ്ട്. ദൈവമേ, നന്മ കാണാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എല്ലാത്തിനെയും ലോകത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് നോക്കിക്കണ്ടത് മുഴുവൻ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കാണുന്നില്ല, മറ്റുള്ളവരെയും കാണുന്നില്ല. ദൈവമേ, നിന്നെപ്പോലും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് ലോകത്തെ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ചിന്തകൾ സമ്പത്തിൻ്റെ പുറകെയും ജോലിയുടെ പുറകെയും ആരോഗ്യത്തിൻ്റെ പുറകെയും ഭൗതിക സൗകര്യങ്ങളുടെ പിന്നാലെയുമാണ്. അതില്ലാത്തതിനെക്കുറിച്ചാണ് എൻ്റെ പരാതി മുഴുവൻ. ഞാൻ ഒരിക്കലും എൻ്റെ ആത്മാവ് നശിക്കുന്നതിനെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ പാപം എന്നിൽ നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ദുശീലത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ തഴക്കദോഷം, ഈ ആസക്തി എന്നിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ മദ്യപാനത്തിൻ്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ പുകവലയുടെ, ഈ ലഹരി വസ്തുക്കളുടെ, ഈ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ലൈംഗിക ആസക്തിയുടെ വൈകൃതത്തിൻ്റെ കെട്ടിൽ നിന്ന്, ഈ അവിഹിത ബന്ധത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ വെറുപ്പിൻ്റെ കെട്ടിൽ നിന്ന്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ഈ സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന്, മറ്റുള്ളവരായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നിന്ന്, ഈ കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിൽ നിന്ന്, ഈ പഴിചാരുന്ന സ്വഭാവത്തിൽ നിന്ന്, ഈ കളിയാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന്, ഈ അസഭ്യം പറയുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ രോഗം മാറാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ, വേണ്ടെന്നല്ല. പക്ഷെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ അതിലായിരുന്നു. വീട് വയ്ക്കുന്നതിലായിരുന്നു, മക്കളെ പഠിപ്പിക്കുന്നതിലായിരുന്നു, ജോലി കിട്ടുന്നതിലായിരുന്നു, കല്യാണം നടക്കുന്നതിലായിരുന്നു, കടം തീരുന്നതിലായിരുന്നു. അതൊക്കെ വേണം, വേണ്ടെന്നല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒക്കെ വേണം. പക്ഷേ എൻ്റെ ചിന്ത മുഴുവൻ അതിലായിരുന്നു. എൻ്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് അധികം ചിന്തിച്ചിട്ടില്ല. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ തിരിച്ചറിയുന്നു,
എനിക്ക് ഏറ്റവും മൂല്യമുള്ളത് എൻ്റെ ആത്മാവാണ്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ഇന്നലകളിലെ പാപത്തിൻ്റെ, ദുശീലത്തിൻ്റെ എല്ലാ തെറ്റായ വഴികളിൽ നിന്ന് യേശുവിൻ്റെ വചനം നമ്മളെ വിടുവിക്കുകയും നല്ലൊരു കുമ്പസാരം നടത്തി ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ച് രമ്യതയിലേക്ക് വന്നു. അങ്ങനെ പുതിയ വ്യക്തികളായി മാറിയ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ച് ഇടപെടും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അതെ, ഈ ധ്യാനത്തിലൂടെ കർത്താവ് ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവിന് നൽകുന്നത് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഇനിയുള്ള നാളുകളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഇത് മുഴുവൻ ഉള്ളിലിരുന്ന് സദാസമയം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. ഈ പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനേകർക്ക് നന്മയായി മാറുന്നത്, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അടയാളമായി മാറുന്നത്. അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറി അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇനിയുള്ള നാളുകൾ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓർക്കുക, എല്ലാ ആഴ്ചയിലും ഞായർ മുതൽ വെള്ളി വരെ, ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഡിവൈൻ ധ്യാനത്തിലേക്ക് നിങ്ങൾ അനേകരെ പറഞ്ഞു വിടണം. അങ്ങനെ നിങ്ങളിലൂടെ ദൈവരാജ്യം, സുവിശേഷ വേല അനേകർക്ക് പുതിയ അനുഭവം നൽകുന്നതായി മാറട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. സമർത്ഥമായ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.